ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിനായി ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഒരു മനുഷ്യൻ എത്രമാത്രം നിഷ്കളങ്കനാകണം, താഴ്മയുള്ളവനായിരിക്കണം. അവൻ എത്ര വലിയവനായാലും ആ വലിയവനായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം ദൈവകൃപയാണെന്ന് ഏറ്റുപറയാനുള്ള മനസ്സുണ്ടാകണം. അതാണ് പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. നീ ഇപ്പോൾ എന്തായിരുന്നാലും, ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിലായിരുന്നാലും, നിൻ്റെ ബിസിനസ്സിൻ്റെ ഏറ്റവും ഉയർച്ചയിലായിരുന്നാലും, നീ ആ ദേശത്തെ ഏറ്റവും ധനികനായിരുന്നാലും, എന്തായിരുന്നാലും അതെല്ലാം ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചിരിക്കുന്നുള്ള വിശ്വാസം. ആ ദൈവമാണ് എനിക്ക് വേണ്ടി അധ്വാനിച്ചത് ഈ നിലയിലേക്ക് എന്നെ എത്തിക്കുവാൻ കാരണമെന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ നിൻ്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങും, നിൻ്റെ പ്രയാസങ്ങൾ മാറാൻ തുടങ്ങും. നീ ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്നും 10 മടങ്ങ് നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം തയ്യാറായി നിൽക്കും. ആയതിനാൽ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ, എൻ്റെ ദൈവം എന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിനാൽ, എനിക്ക് ലഭിക്കുന്നതെല്ലാം ദൈവകൃപയാലാണെന്ന് മനസ്സിലാക്കുവാനുള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ദൈവകൃപ നിങ്ങളെ നിറയുവാനും നിങ്ങളുടെ എല്ലാ മേഖലകളെയും ദൈവം അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും അത് ദൈവകൃപ നിറയുവാനുള്ള സമയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ ശ്വാസം നിങ്ങളിലേക്ക് പുതിയൊരു മനുഷ്യനാക്കി മാറ്റുവാൻ നിറയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.